ഹായ്, എന്താ വിശേഷം എല്ലാവർക്കും? എല്ലാവരും മഴയൊക്കെ എല്ലാ നാട്ടിലേക്കും തന്നെ മഴ ഉണ്ടായിന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങൾക്കും ഇവിടെ നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി. നല്ലോണം അത്യാവശ്യം നല്ല മഴ തന്നെ പെയ്തു കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി. ആദ്യത്തെ കുർബാന 7 മണിക്ക്. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇനി ചോറ് തിളപ്പിച്ചിറക്കി വെച്ചു. പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ പള്ളിയിലെ മറ്റേ ഫാമിലിയല്ല, യൂണിറ്റുകളുടെ വാർഷികവും മൊത്തത്തിൽ നടക്കുകയാണ്. ഇടവക ദിനമായിട്ടാണ് അത് ആചരിക്കണത്. അപ്പോൾ അതിന് പള്ളിയിൽ പോകണം. അപ്പം വേറെ കറികളൊന്നും ഞാൻ വെക്കണില്ല, ഒരു മുട്ടക്കറി. അപ്പം അച്ഛൻ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ചോറ് ഉണ്ണുകയാണെങ്കിൽ ചോറ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ മീൻ പറ്റിച്ച് വെച്ചിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടക്കറി എങ്ങനെ വെക്കണമെന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് 4 മുട്ട ഇവിടെ ഇരുന്നു, ഞാനത് പുഴുങ്ങിയെടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു 1.5 സവാള, ഒരു വലിയ സവാളയും ഒരു കുഞ്ഞു സവാളയും, പിന്നെ 2-3 ചുമന്നുള്ളി, പിന്നെ ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മളുടെ മസാലകളെല്ലാം കൂട്ടി. അപ്പോൾ അതിലേക്ക് ഞാൻ ഗ്യാസ് അടുപ്പത്ത് കത്തിക്കാൻ വെക്കട്ടെ കേട്ടോ. ഗ്യാസ് കത്തിക്കാൻ വെച്ചു. പിന്നെ നിങ്ങൾക്കൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണു. പേപ്പറിൽ വരുമ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ടി വി കാണുമ്പോഴും പേപ്പർ വായിക്കുമ്പോഴൊക്കെ കാണുന്നത്. അതുപോലെ ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ ലോകം ഇങ്ങനെ ആവണേന്നൊന്നും നമ്മൾ അതിനെപ്പറ്റിയൊന്നും ആധികാരികമായിട്ട് പറയാൻ പഠിച്ചിട്ടില്ലല്ലോ. പാത്രം ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് വയ്ക്കാവുന്ന, അധികം ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാലയും മാത്രം ചേർത്ത് സൂപ്പർ ടേസ്റ്റായിട്ട് എങ്ങനെ വയ്ക്കണമെന്ന് നോക്കാം. പിന്നെ ഉപ്പെടുത്ത് വെച്ചില്ല, ഉപ്പിൻ്റെ കാര്യം നോക്കിയപ്പോഴാണ് ഉപ്പിട്ടില്ല. ഇതൊക്കെ ഒന്നിട്ട് വഴറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എണ്ണ ചൂടായിട്ടോ. ഓക്കെ, സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് ഗ്രേവി ആവാൻ എളുപ്പം. ഇങ്ങനെ അരിഞ്ഞിടാം, പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. പെട്ടെന്ന് വരണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് തന്നെ ഇട്ടോ, പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കാൻ നടക്കണ്ടല്ലോ. ഉപ്പിട്ടു. തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി. ഇതിൻ്റെ കൂടെ ഞാൻ 2-3 ചുമന്നുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചുമന്നുള്ളി ഇടുമ്പോഴല്ലേ ടേസ്റ്റുള്ളൂ, സവാളയ്ക്ക് മാത്രമാകുമ്പോൾ ടേസ്റ്റ് ഇല്ല. ഇതിങ്ങനെ വെക്കണ കറി ചോറ്, അപ്പം, ഇടിയപ്പം, പുട്ട്, എല്ലാത്തിനും ചപ്പാത്തി, പൊറോട്ട, എന്തിൻ്റെ കൂടെ ഇങ്ങനത്തെ ഈ കറി കഴിക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. മസാലയുടെ ഒന്നും കുത്തില്ലാതെ എങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റ്. ഇടി കുടുങ്ങുന്നുണ്ട്, മഴ ഉണ്ടാവും. പള്ളിയിലെ പരിപാടി വൈകുന്നേരം 4 മണിക്ക് തുടങ്ങും. പൊതുസമ്മേളനവും പിന്നെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ പള്ളിയിൽ വെച്ച് നടത്തും. ഇടവക ദിനം ആചരിക്കണമെന്ന് മഴയില്ലാതിരുന്ന രക്ഷപ്പെട്ടു. ഓഡിറ്റോറിയത്തിൽ വെച്ചെന്നാലും കുഴപ്പമില്ല. സവാള വരണ്ട് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഞാൻ ഇതിൽ ചേർക്കണത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഒരു 2-3 സ്പൂൺ, അത്രേ ഉള്ളൂ. കുഞ്ഞ് കണ്ടോ, ഒരുപാട് ചേർക്കണില്ല. മഴ എത്ര പെയ്താലും, നമ്മൾ കുറേ മഴ പെയ്താലാണ് നമുക്ക് തണുപ്പ് വരൂ. ഇവിടെ ചൂടാണ്, വർക്കരിയിൽ ചൂടാണ്. ഇന്ന് രാവിലെ വെളുപ്പിനൊരു മഴ പെയ്തു, പിന്നെ അങ്ങനെ മഴ പെയ്തില്ല. കുറേ തുണികളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഞാൻ കഴുകിയിട്ടു.
അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ പിന്നെ അത് തണുപ്പ് ഈർപ്പടിച്ച് കിടക്കില്ലേ. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുട്ടക്കറി വെക്കണമെന്ന് പറയണം കേട്ടോ. എന്നാലും എനിക്ക് വെച്ച് നോക്കാനും ഞാൻ വെക്കണത് നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ടൊക്കെയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെ എന്താ. നമുക്കിനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയല്ല, സോറി, നമ്മുടെ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇതിൻ്റെ കൂടെ കിടന്ന്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അല്ല കേട്ടോ, ഞാൻ ചതച്ചെടുത്തതാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് വെന്ത് വരണ്ട് വരട്ടെ. അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അല്പം ഉപ്പും കൂടെ ഇട്ടു. കൂടെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. എല്ലാം കൂടെ വരണ്ട് വന്നിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. തക്കാളിയും പൊടിയായിട്ടാണ് അരിഞ്ഞേക്കണേ. ഒരു മീഡിയം സൈസ് തക്കാളി, 1.5 സവാള, 4 മുട്ട വെച്ച് സൂപ്പർ ടേസ്റ്റിൽ നമുക്കൊരു കറി ഉണ്ടാക്കാം. ഒരു മുട്ടക്കറി, തേങ്ങാപ്പാൽ ചെല്ലുമ്പോൾ അതിൻ്റെ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. വരണ്ട് വന്നു. നമുക്കേ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി. അപ്പോൾ ഇതിന് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ഇടുന്നുള്ളൂ. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം കൂടെ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രുചിക്ക് ആവശ്യമുള്ള 1 ടീസ്പൂൺ ഗരം മസാല. അത്രയും സാധനം ഞാൻ ഇതിനകത്ത് ചേർക്കണം. വേറെ ഒന്നും ചേർക്കണില്ല. ഇതൊന്ന് വരണ്ട് വരട്ടെ. ശരിക്കും ഫൈനായിട്ട് വരണ്ട് വരണം കേട്ടോ, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഗ്രേവി ഇവിടെ തയ്യാറായിട്ടോ, കണ്ടോ, വരണ്ട് ശരിക്കും വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറയണത് നിങ്ങൾ കേൾക്കില്ല കേട്ടോ, മഴയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചൂടുവെള്ളം കേട്ടോ. ചൂടുവെള്ളം ഗ്രേവി ആയിരുന്നു. ചൂടുവെള്ളത്തിൽ കിടന്ന് ഗ്രേവി ഒന്ന് ശരിയാവും. ഉണ്ടോ നോക്കട്ടെ കേട്ടോ, ഗ്രേവിക്ക് ഉണ്ടോ നോക്കട്ടെ. അല്പം കൂടെ വെള്ളം ചേർക്കാം കേട്ടോ. ഗ്രേവി നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ടോ, പേസ്റ്റ് പോലെ ഗ്രേവി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മുട്ട ഇതിലേക്ക് കൊടുക്കാം. ഒന്നും കേൾക്കില്ല കേട്ടോ ഞാൻ പറയണത്, ക്ഷമിക്കുക. മഴയ്ക്കല്ല ക്ഷമ, എനിക്ക് കേട്ടോ. മഴ വരുമ്പോഴത്തേക്ക് എൻ്റെ പണി തീർക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ തീർന്നില്ല. 4 മുട്ട നമുക്ക് ലഭിക്കും.
ഞാൻ മറ്റു വീഡിയോയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. സൂപ്പറാണ്. ഞാൻ എത്രകൊണ്ട് പറയല്ല, അടിപൊളിയാണ്. അപ്പോൾ ടാറ്റ. മഴ വരണം കേൾക്കാൻ പാടില്ല. ഓക്കെ.